ഇനി നമുക്ക് കുറച്ച് ബീഫ് അച്ചാർ ഇട്ട് നോക്കാം. അതിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയ ബീഫാണ് നമ്മൾ കുക്കർക്ക് ഇട്ടുകൊണ്ട് വേവിക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ഇട്ടുകൊണ്ടാണ് വേവിക്കേണ്ടത്. ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടണം. ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു കിലോ ബീഫാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പിടണം. ഞാനൊരു 1.25 സ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് 2 വിസിലടിച്ചു കൊടുക്കണം. ഇത് ഓഫാക്കി കൊടുക്കുക. അത് നല്ലോണം വേവേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാർ ഇടാനല്ലേ, അപ്പോൾ ഒന്ന് പൊരിക്കണമെങ്കിൽ അധികം വേവ് വേണ്ട. ബീഫ് ഒന്ന് തണുത്ത ശേഷം നമുക്കത് മുറിച്ചെടുക്കുക. ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. നമ്മളിതിങ്ങനെ മുറിച്ചിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് മീറ്റ് മസാലയും പാടെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് കുഴച്ചെടുത്ത് വെക്കണം. രണ്ട് മുടി സോക്കിമ്പാടി ഇട്ട് കൊടുക്കട്ടെ. നല്ലെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. കുറച്ച് നല്ലെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എടുത്തുകാണ്ട് വറുത്ത് പോയെടുക്കണം. കുറച്ച് ഇട്ടെടുത്തുകാണ്ട് എണ്ണയിൽ നല്ലോണം മുരിച്ചെടുക്കണം. ബീഫ് പൊരിച്ച എണ്ണയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില പൊരിച്ചെടുക്കാം. അത് പൊരിച്ച് ബീഫ് തന്നെ കോരി വാങ്ങണം. ഇനി അയക്കന്നെ നീളത്തിലരിഞ്ഞ ഒരു 200 ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇഞ്ചിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അതും കോരി വാങ്ങണം. ഒരു 200 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതും ഇതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു 6 മുളക് വട്ടത്തിലരിഞ്ഞത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊണ്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിൽ. കുറച്ച് മീറ്റ് മസാലയും പാട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ആ ബീഫ് പൊരിച്ച് കോരി എണ്ണയിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് പൊട്ടിക്കണം. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച ആ മുളകിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മസാല ആ എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കണം. അതിലോട്ട് ഒരു 2.5 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കണം. വറുത്ത് കോരിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ബീഫ് അച്ചാർ തണുത്തതിന് ശേഷം നമുക്കതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് മേലെ കറിവേപ്പില വെച്ചുകൊണ്ട് നല്ലെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കണം. പൂപ്പ് പിടിക്കാതെക്കാനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.